ഹായ് ഓൾ വെൽക്കം ടു വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ചന്ദ്രപൂരല്ല നാഗ്പൂരിലാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രപൂരിലെ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. സോ ഈ ഒരു വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ് ഞങ്ങൾക്കും ധനുവിനും. കാര്യം എന്താ വെച്ചാൽ ധനുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അവൾ ജനിച്ച് 3.5 വർഷമായി അല്ലേ ഏട്ടാ. ഇതുവരെയായിട്ടും ഫ്ലൈറ്റ് ഇതുവരെയായിട്ടും ആധാർ കാർഡ് എടുത്തിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അതെ. പക്ഷേ നമ്മൾ ഇന്ന് ഫ്ലൈ ചെയ്യാൻ പോകുന്നത് വിത്തൗട്ട് ആധാർ കാർഡാണ്, വിത്ത് ഓൺലി ബർത്ത് സർട്ടിഫിക്കറ്റ്. അതും കോപ്പി മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഞങ്ങൾ ചന്ദ്രപൂരിലേക്ക് വരുന്ന സമയത്ത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ബൈ ട്രെയിൻ. പക്ഷേ 1.5 ദിവസം ട്രെയിനകത്ത് ഇരുന്നപ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് മടുത്തു ഇല്ല ഏട്ടാ. മടുത്തത് മാത്രമല്ല, ധനുമ ഭയങ്കര ബോറായി പോയി. അവർക്ക് വേറെ എങ്ങോട്ടും അനങ്ങാനും നീങ്ങാനും സ്ഥലമില്ല. അങ്ങനെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മറ്റേ ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഫ്ലൈറ്റ് നോക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാവുമ്പോഴത്തേക്കും നമുക്ക് കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ്. സോ നേരെ ആദ്യം ബാംഗ്ലൂരിലേക്ക് പോകും. അവിടെ 1 hour ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ട്രിവാൻഡ്രത്തോട്ടേക്ക് പോവുക. ഇപ്പോൾ രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഒരു 1:30 ആകുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എത്തും. ധാനു ജനമന അതെന്താ കാണിച്ചെടുക്കും? അതാണ് ധനുവിൻ്റെ ജനമന. ധനു ആ പാട്ട് പാടാമോ? ജനമന. വെറുതെ വെച്ചതാ, പഠിക്കും. വെറുതെ വെച്ചതാ. ഓ ശരി, മാറ്റി വെച്ചു. ഓ മൈക്ക് ഇടവ കോൺഷ്യസ് ആയതൊക്കെ രാവിലെ ആക്ച്വലി എന്തെങ്കിലും കൊടുത്ത് കയറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവള് ബ്രൗണിയാ വേണം എന്ന് പറഞ്ഞത്. കുറച്ച് ബ്രൗണിയാ കഴിച്ചത്. നമ്മളൊരു ഇഡ്ഡലിയൊക്കെ കഴിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും കഴിച്ചില്ല. ബ്രൗണി കഴിച്ചു ഇല്ലേ മാ? അത് കഴിഞ്ഞിട്ടേ ഈ ഒരു മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടിരിക്കുക. ഇവിടെ തണുത്ത കാരനാണ് കേട്ടോ, ഒരു സ്വാമീനെ പോലെ ഇരിക്കണേ. ധനുമ, അച്ഛൻ ഒരു കാര്യം ചോദിക്കട്ടാ. നമ്മൾ ഫ്ലൈറ്റ് കണ്ടല്ലോ, അതിൽ നനുവിന് വലിയ വലിയ ഫ്ലൈറ്റാണ് ഇഷ്ടം, കുഞ്ഞു ഫ്ലൈറ്റാണ് ഇഷ്ടം? കുഞ്ഞു ഫ്ലൈറ്റാ. നമ്മൾ വലിയ ഫ്ലൈറ്റിലാണ് കയറാൻ പോണത്. ധനുമയ്ക്ക് ഇഷ്ടം തന്നെ? ഇഷ്ടമില്ലേ? പേടിയുണ്ടോ? അച്ഛൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അച്ഛൻ ഉള്ളപ്പോ പേടിച്ചണ്ട. നമ്മളെങ്ങനെയെന്നറിയോ പോണേ? ഇതുപോലെ അമ്മു അപ്പുറത്തുണ്ടാവും, അച്ഛൻ ഇപ്പുറത്തുണ്ടാവും, ഞാനും നടുക്കിരിക്കും. അങ്ങനെയാണ് നമ്മൾ പോണത്. ഞാനും ഹാപ്പി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഫ്ലൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ മടിയിലിരിക്കാൻ സമ്മതിക്കൂല. അവർ സെപ്പറേറ്റ് സീറ്റിലിരുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒരു സീറ്റ് ബെൽറ്റ് ഉണ്ട്, അതെല്ലാം ഇടിയിപ്പിച്ച് തന്നിട്ട് ഇരുത്തണം. അയ്യോ, മടിയിലിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എയർ ഹോസ്റ്റസ് പറയും പറ്റൂല എന്ന് പറഞ്ഞ് നനുവിനെ എടുത്തോണ്ട് പുറകിലോട്ട് കൊണ്ടുപോകും. നനു അങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. നനുവിൻ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക് ഇതേപോലെ സീറ്റിലിരിക്കണം. റോഡും കാടൊന്നും ഇല്ല, നമ്മൾ പറക്കല്ലേ. നമുക്ക് ആകാശവും മേഘവും മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാനും ഇന്ന് മേഘത്തിനെയൊക്കെ ടച്ച് ചെയ്താണ് പോകാൻ പോകുന്നത്. ക്ലൗഡ്സിനെയൊക്കെ ഇത്ര അടുത്തുനിന്ന് കാണും ഞാനും. ഞാനൊരു വിൻഡോ സൈഡ് വേണോ? ഓക്കെ, വിൻഡോ സൈഡ് തരാം. ഒരു വിൻഡോ സൈഡ് ഉണ്ട്. ധനുമ അപ്പോൾ വിൻഡോയിൽ കൂടെ ഇങ്ങനെ ക്ലൗഡ്സ് ഒക്കെ ഇങ്ങനെ താഴെ കാണും. ധനുമ ക്ലൗഡ്സിൻ്റെ മേലെ ഇങ്ങനെ ഫ്ലൈ ചെയ്യും. വാവ്, സൂപ്പർ ആയിരിക്കും അല്ലേ? ഹാപ്പി? അപ്പോൾ ധനുമ പറ, നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറ, ധനുമയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്ന് പറ. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ.
ഇഷ്ടപ്പെട്ടോ കുഞ്ഞിനെ? ധനുമ are you ready to fly? Nanu, are you ready to fly? ടാറ്റ ഒക്കെ കാണിക്കണേ. ധനുമ, നമ്മളിപ്പോ എവിടെ വന്ന്? ബാംഗ്ലൂർ. പറ. ആ, എന്താണ് ഇങ്ങനെ? ധനുമ സെക്കൻഡ് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണ ധനുമ? ധനുമ, നമ്മൾ എങ്ങോട്ടാ പോണെന്നറിയോ? തിരുവനന്തപുരം. ആ, അവിടെയാണ് ധനുമയുടെ വീട്. ഓരോ ആൾക്കാർ വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട് അടിയാണ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഇവിടെ ഒരാൾ വിൻഡോ സീറ്റ് കിട്ടിയിട്ട് പോലും ഇല്ല കേട്ടാ, അവൾക്ക് വേണ്ട, തുറന്നിടുന്നില്ല. മറ്റേ ഫ്ലൈറ്റിലും അത് തന്നെയായിരുന്നു വിഷയം. ധനുമ,
ധനുമ എന്തിനാണ് ജനൽ അടയ്ക്കണത് ധനുമ? ധനുമ എന്തിനാ ജനൽ അടച്ചെന്തിനാ? ധനുമ ജനൽ അടച്ചെന്തിനാ? ധനുവിന് പുറത്തൊന്നും കാണണ്ടേ? അതെന്താ താല്പര്യമില്ലേ? ധനുമ ജനല് തുറക്കണില്ലെങ്കിൽ അച്ഛ എവിടെ ഇരുന്നോട്ടാ? അതെന്ത്? അച്ഛക്ക് വിൻഡോ സീറ്റ് വേണം. അച്ഛ ഇരുന്നോട്ടാ? അതെന്താ? ഏത്? ഇതാ? ധനുമയ്ക്ക് എങ്ങനെ അറിയാത്? ഇതിനു മുമ്പ് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടോ? എനിക്ക് വയ്യ. വയ്ക്കാൻ പറ്റണില്ലേ? ഞാൻ വെച്ചേരട്ടെ. ഓക്കെ. ഇത് എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ വെക്കുന്നതിനും? ഓക്കെ.